സ്വാഗതം. BBC സ്വാഗതം. നമ്മൾ തമ്മിൽ ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനെ ചർച്ചയ്ക്കിരിക്കുന്നത്. പൊതുവെ ഈ ഏത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും രാഹുൽ ഗാന്ധി എവിടെയാണ് എന്നൊരു ചോദ്യം ഉയരാറുണ്ട്. ബീഹാർ തെരഞ്ഞെടുപ്പിൽ തോറ്റമ്പിയ ശേഷവും ഈ ചോദ്യങ്ങൾ ഇംഗ്ലീഷ് മാധ്യമങ്ങളിൽ കാണുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഇന്ത്യയിലില്ല, ലണ്ടൻ ഹീത്രോ എയർപോർട്ടിൽ മിറായ വാദ്രയ്ക്കൊപ്പം, അതായത് പ്രിയങ്കയുടെ കുട്ടിക്കൊപ്പം കണ്ടു എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വന്നു. അതിനെ കോൺഗ്രസ് നേതാക്കളായ സുപ്രിയ ശ്രീനാഥ്, രാഗിണി നായക്ക് തള്ളിക്കളഞ്ഞു. ഇത് സെപ്റ്റംബറിലത്തെ വീഡിയോ ആണ് ഈ മിറായ വാദ്രയുടെ കൂടെയുള്ളതെന്ന് അവർ പറഞ്ഞു. ലണ്ടനിലോ മസ്കത്തിലോ ആണ് രാഹുൽ ഗാന്ധി എന്ന് ചില സൈറ്റുകളിൽ കാണുന്നുണ്ട്. ഇത് ഫാക്ട് ചെക്ക് ഒരു സൈറ്റ് ഉണ്ട്, ന്യൂസ് മീറ്റർ എന്ന് പറഞ്ഞ്. അവർ പറയുന്നു ലണ്ടനിലോ മിഡിൽ ഈസ്റ്റിലോ രാഹുൽ ഗാന്ധി പോയതായിട്ട് അറിയില്ല. എന്നാലും പട്ടാളം തോറ്റു കഴിഞ്ഞപ്പോൾ ജനറൽ എവിടെ എന്ന് ഇംഗ്ലീഷ് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്. BJPയുടെ വക്താവ് ജയ്വീർ ഷെർഗിൽ പറഞ്ഞു, രാഹുൽ വിദേശത്തുണരുമ്പോൾ ഇന്ത്യയെ ഇവിടെ കപ്പടിക്കും എന്ന് അയാൾ പറഞ്ഞു. അപ്പോൾ വോട്ട് അധികാർ യാത്ര 23 ജില്ലകളിൽ കൂടി കടന്നുപോയിരുന്നു ബീഹാറിൽ. ആ സ്ഥലങ്ങളിലൊക്കെ പിന്നെ രാഹുൽ ഗാന്ധി കുളത്തിൽ മീൻ പിടിക്കാനായിട്ട് മുങ്ങിയില്ലേ, അവിടെ ഉൾപ്പെടെ തോറ്റിട്ടുണ്ട്. അതെ, 1300 കിലോമീറ്റർ 16 ദിവസം യാത്ര ചെയ്തിരുന്നു വോട്ട് കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട്. സെപ്റ്റംബർ 1-ാം തീയതി ഈ വോട്ട് യാത്ര കഴിഞ്ഞപ്പോൾ 5 രാജ്യത്തേക്ക് സൗത്ത് അമേരിക്കയിൽ രാഹുൽ ഗാന്ധി പോയിരുന്നു. ലാറ്റിൻ അമേരിക്ക, കൊളംബിയ യാത്രകൾ. അത് കഴിഞ്ഞാണ് ഹൈഡ്രജൻ ബോംബിടെന്ന് പറഞ്ഞിട്ട് മറ്റേ വോട്ട് ചോരി പത്രസമ്മേളനം നടന്നത്. കൊളംബിയ, പണ്ട് ഈ പ്രശാന്ത് കിഷോർ പറയുമായിരുന്നു, ഡൽഹി നേതാക്കൾ ദേശാടന കിളികളാണ്, തെരഞ്ഞെടുപ്പ് കാലത്ത് അവർ ഓരോ സ്ഥലത്തും വട്ടമിട്ട് പറക്കും. അപ്പോൾ രാഹുൽ ഗാന്ധി എവിടെ ഇന്ത്യയിൽ എന്നുള്ള ചോദ്യത്തിനേക്കാൾ ഉപരി രാഹുൽ ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എവിടെ, ഇനി എന്തായിരിക്കും? ഞാൻ നേരത്തെ രാമേന്ദ്രൻ പറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി എവിടെയെന്ന് അന്വേഷിക്കേണ്ട പണിയൊന്നും എനിക്കില്ല. കാരണം അദ്ദേഹം ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് സ്വന്തം താല്പര്യങ്ങളുണ്ടാവും, ഇഷ്ടങ്ങളുണ്ടാവും, സുഹൃത്തുക്കളുണ്ടാവും, യാത്ര ചെയ്യും. ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇന്തോനേഷ്യയിലേക്ക് പോയി നമുക്ക് ഓർമ്മയുണ്ട്. ഇടതുണ്ടെങ്കിൽ ഇന്ത്യയുള്ളൂ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ഒരു സംസ്ഥാനത്ത് പോലും പോവാതെ കുടുംബസമേതം ഇന്തോനേഷ്യയിലേക്ക് എവിടെയോ ഒക്കെ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞേ ഞാൻ അതിന് കുറ്റം പറയില്ല. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം അവിടെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഫുള്ളുണ്ടായിരുന്നു. അതിന് മുമ്പ് അവിടെ പ്രചരണം നടത്തി, വോട്ട് ചോരി നടത്തി. ഒരു കാര്യം ഞാൻ പറയാം, ഒരുപക്ഷെ പ്രതിപക്ഷത്ത് ഇന്നുള്ള നേതാക്കളിൽ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾ രാഹുൽ ഗാന്ധിയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതിനെനിക്ക് സംശയമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ യാത്രയാണെങ്കിലും, അദ്ദേഹത്തിന് 2-3 യാത്രകൾ, വോട്ട് ചോരി യാത്ര മുമ്പ് നടത്തിയല്ലോ, ഭാരത് ജോഡോ അടക്കം, ആ യാത്രയാണെങ്കിലും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ മടിയില്ലാത്ത, പത്രക്കാരെ പേടിയില്ലാത്ത ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. യങ് അങ്ങനെ ജയിക്കുമ്പോൾ ദണ്ഡി യാത്ര കഴിഞ്ഞ് ഗാന്ധി ഇലക്ഷൻ ഒന്നെങ്കിൽ ജയിക്കുമായിരുന്നു എന്ന് ചോദിച്ചാൽ ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളിന്നും ദണ്ഡി യാത്രയെക്കുറിച്ച് വളരെ ഗംഭീരമായി പറയുകയാണ്. ദണ്ഡി യാത്ര കഴിഞ്ഞ് പോണ വഴിക്കുള്ള ജനങ്ങളൊക്കെ ഗാന്ധിയോടൊപ്പം നിന്നോന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല. അത് ഉണ്ടായിക്കൊള്ളുന്നില്ല. ഞാൻ പറഞ്ഞത് അതിനങ്ങനെയല്ല ഞാൻ ഇതിനെ കാണുന്നത്. രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സാധാരണ നമ്മൾ ഈ സെറ്റിൽഡ് ജനാധിപത്യത്തിൽ കാണുന്ന, ഇപ്പോൾ അമേരിക്ക പോലെ അല്ലെങ്കിൽ ബ്രിട്ടൻ പോലെ ജനാധിപത്യത്തിൽ കാണുന്നൊരു പ്രവണത ഞാൻ ശ്രദ്ധിക്കുന്നത്, ഒന്നൊരു റൈറ്റിസ്റ്റ്, ഒന്നൊരു സെൻട്രൽ ലെഫ്റ്റിസ്റ്റ് അല്ലെങ്കിൽ സെൻട്രിസ്റ്റ് എന്ന് പറയാവുന്ന സംഗതി. ഇവിടെ ഇപ്പോൾ നെഹ്റു ഒക്കെ എടുത്തിരുന്ന ഒരു വേണമെങ്കിൽ ചിലപ്പോൾ ലെഫ്റ്റ് ആവും, ഇന്ദിരാഗാന്ധിയും ഒരു ഘട്ടത്തിൽ ലെഫ്റ്റ് സെൻറ്റർ, മറുവശത്ത് ഒരു റൈറ്റിസ്റ്റ് പൊളിറ്റിക്സ്. ഇപ്പോൾ സ്വതന്ത്ര പാർട്ടി അല്ലെങ്കിൽ അതിനുശേഷം ജനസംഘം, ഇവരൊക്കെ ഉണ്ടായിരുന്നുണ്ടല്ലോ, നമുക്ക് ഹിസ്റ്ററി അറിയാലോ. ഒരു റൈറ്റിസ്റ്റ് പൊളിറ്റിക്സ് ഇത് സെറ്റിലായിരുന്നില്ല ഇന്ത്യയിൽ. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയിരുന്നു. ചിലപ്പോൾ ലെഫ്റ്റിന് നല്ല ആധിപത്യം കിട്ടിയിരുന്നു. ഇപ്പോൾ അത് റൈറ്റ് വളരെ ആധിപത്യമുള്ളൊരു കാലമാണ്. ലോകത്ത് പല രാജ്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഞാൻ BJP കാണുന്നു റൈറ്റിസ്റ്റ് പാർട്ടി എന്നുള്ള നിലയ്ക്ക് തന്നെയാണ്. അപ്പോൾ പക്ഷേ അതിന് കൗണ്ടർ ചെയ്യാൻ കഴിയുന്ന ഒരു സെൻട്രിസ്റ്റ് പാർട്ടി ഇവിടെ, സെൻട്രിസ്റ്റ് രാഷ്ട്രീയം, ഞാൻ പാർട്ടി എന്ന് മാത്രമല്ല പറഞ്ഞത്, ഒരു പാർട്ടിയല്ല. ഇപ്പോൾ BJP പോലും ഒരു പാർട്ടിയല്ല, അവർ ഒരു മുന്നണിയാണ്. ഇവിടെ അത് തന്നെയാണ്. അപ്പോൾ ഒരു സെൻട്രിസ്റ്റ് മുന്നണി ഇന്ത്യയിൽ ഉണ്ടാക്കാനുള്ള ശ്രമം അതെങ്ങനെ നടക്കും? അതിനുള്ളൊരു ശ്രമം നടത്തിയ ഒരാളാണ് രാഹുൽ ഗാന്ധി എന്ന് ഞാൻ പറയുള്ളൂ. അതിന് മുമ്പുള്ള കോൺഗ്രസ്സുകാരും ആരും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇന്ദിരാഗാന്ധി നെഹ്റുവും കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നെഹ്റു ഇന്ദിരാഗാന്ധിയും കഴിഞ്ഞാൽ രാജീവ് ഗാന്ധിക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ അക്യുമുലേഷൻ,
ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. പിന്നെ രാജീവിനെ സംബന്ധിച്ചിടത്തോളം അയാളൊരു ഭാഗ്യത്തിന് ഇന്ദിരാഗാന്ധിയുടെ മരണത്തിൽ ഇലക്ഷൻ ജയിച്ചു എന്നല്ലാതെ അതിനുശേഷം രാജീവ് ഗാന്ധിക്ക് ഒരിക്കലും ഇന്ത്യയിൽ ഒരു സ്വന്തമായൊരു വേരുണ്ടായില്ല. അത് BP സിംഗുമായിട്ടൊക്കെ വലിയ BP സിംഗുമായിട്ടുള്ള തർക്കം, ബോഫേഴ്സ് വന്നു, എല്ലാം വന്നു. അതൊക്കെ ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. പിന്നെ രാജീവ് ഗാന്ധി ഒരിക്കലും മുമ്പോട്ട് വന്നില്ല. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ട ഒരു കാര്യം, 2016 രാഹുൽ ഗാന്ധിയുണ്ട്, 2019 രാഹുൽ ഗാന്ധിയുണ്ട്, 2024 രാഹുൽ ഗാന്ധിയുണ്ട്. ഞാൻ ഇതിനെ പ്രോഗ്രസീവ് വളർച്ചയായിട്ട് രാഹുൽ ഗാന്ധിയെ കാണുന്നത്. കാരണം ഇപ്പോൾ ഈ ബീഹാറിൽ തോറ്റോ ജയിച്ചോ എന്നൊക്കെ നമുക്ക് പറയാം, അത് വേറെ വിഷയം, അത് നമുക്ക് വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ബീഹാറിലെ തിരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെക്കുറിച്ച് നമുക്ക് വേറെ ചർച്ച ചെയ്യണം. ഞാനതിനെ കാണുന്നത് ഒരു ഏകപക്ഷീയമായൊരു BJP മുന്നണി വിജയമായിട്ടല്ല, അതിൽ വേറെ കുറേ ഘടകങ്ങളുണ്ട്. ഇലക്ഷൻ അടക്കം, SIR അടക്കമുള്ള അത് ആരോപണമുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. പക്ഷേ ഇന്നും ഇന്ത്യയിൽ സെൻട്രിസ്റ്റ് രാഷ്ട്രീയത്തിന് ഉയർത്തിക്കാട്ടാവുന്ന ഒരു യൂത്ത്ഫുള്ളായ മുഖമാണ്, യൂത്ത്ഫുൾ നമ്മൾ പറയുമ്പോൾ നമ്മുടെ രാഷ്ട്രീയത്തിലെ യൂത്ത് അങ്ങനെയാണല്ലോ, യൂത്ത്ഫുള്ളായൊരു മുഖമാണ് രാഹുൽ ഗാന്ധി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം വേറൊരു മുഖം വരുന്നത് വരെ, നാളെ പ്രിയങ്കയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വരട്ടെ, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, നെഹ്റു കുടുംബത്തിൽ നിന്ന് വേണമെന്നില്ല വേറെ വരാം, അങ്ങനെ ഒരു മുഖം വരുന്നത് വരെ ഇന്ത്യൻ സെൻട്രിസ്റ്റ് രാഷ്ട്രീയത്തിന്, കാരണം ലെഫ്റ്റിന് ഇല്ലല്ലോ, ലെഫ്റ്റിന് പ്രത്യയശാസ്ത്രമില്ല. അല്ല, അവിടെ എനിക്ക് ചോദ്യമുള്ളത്, ഈ കോൺഗ്രസിന് ഇപ്പോൾ പ്രത്യയശാസ്ത്രം അല്ല, കോൺഗ്രസിന് വേണ്ടത് അവിടെയാണ് പ്രശ്നം. കോൺഗ്രസിൻ്റെ പ്രത്യയശാസ്ത്രം കോൺഗ്രസ് റീഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭാരത് ജോഡോ യാത്രയിൽ ഞാൻ രാഹുൽ ഗാന്ധിയോട് നേരിട്ട് ചോദിച്ചൊരു ചോദ്യമാണ്, അദ്ദേഹത്തിനോട് 1.25 മണിക്കൂർ നടന്നാൽ ഞാൻ ചോദിച്ചൊരു ചോദ്യമാണ്, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഫിലോസഫി ഫോം ചെയ്യുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫിലോസഫി തനിയെ ഉണ്ടാവില്ല, നമ്മുടെ ഒരു ആക്ടിവിറ്റീസിലൂടെ ഫിലോസഫി പുറത്തു വരുള്ളൂ. നമ്മൾ ഇടപെടുന്ന ഓരോ വിഷയം, ആ വിഷയത്തിൽ ആണ് ഫിലോസഫി വരിക. കാരണം പുതിയ കാലത്ത് അത് ശരിയാണത്, പുതിയ കാലത്ത് നിങ്ങളൊരൊറ്റ ഫിലോസഫി ഉണ്ടാക്കിയിട്ട് മാർക്സിസം ലെനിനിസം എന്നിട്ട് നമുക്ക് ലോകത്തെ എല്ലാ പ്രശ്നങ്ങളെയും കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ ഗാന്ധിസം എന്ന് പറഞ്ഞ് പറ്റില്ല, ഒന്നും പറ്റില്ല. കാരണം പുതിയ ഇപ്പോൾ AI വരുമ്പോൾ വേറെ സാധനം വരിക, അതൊക്കെ. അതുകൊണ്ട് അത് ഫോം ചെയ്ത് വരേണ്ടതാണെന്ന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ യോജിക്കുന്ന ഒരാളാണ് ഞാൻ. അതിപ്പോൾ BJPയുടെ പൊളിറ്റിക്സും കുറേ കാലം കൊണ്ട് രൂപപ്പെട്ടതാണ്, ഒരു രാത്രി കൊണ്ട് രൂപപ്പെട്ടതല്ല. അവർ ആ തുടക്കം എവിടെ നിന്നായിരുന്നു? RSSൽ തുടങ്ങി, ജനസംഘം കഴിഞ്ഞ് ജനതാ പാർട്ടി കഴിഞ്ഞ് BJP എത്തുന്നു. അതിൽ തന്നെ BJP കേരളത്തിലെ പൊളിറ്റിക്സ് ബംഗാളിൽ എടുക്കാൻ പറ്റില്ല. പ്രത്യയശാസ്ത്രം വാജ്പേയിയുടെ കാലത്തൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഗാന്ധിയൻ സോഷ്യലിസം സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞത് അത് തന്നെ ഫോം ചെയ്തത് ഒരു പ്രത്യേക ഘട്ടത്തിലാണ്. അതുകൊണ്ട് ഇന്ത്യൻ സെൻട്രിസ്റ്റ് രാഷ്ട്രീയം ഒരു പ്രത്യേക രൂപത്തിൽ രൂപപ്പെടണം. കാരണം അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ടോട്ടലി റൈറ്റിസ്റ്റായി പോയാൽ അതൊരു ഫാസിസ്റ്റ് ടെൻഡൻസിയാണ്. ലോക ചരിത്രം അങ്ങനെയാണ്. നേരെ മറിച്ച് ഒരു കൗണ്ടർ ഉണ്ടെങ്കിൽ, പ്രതിപക്ഷം ഉണ്ടായാൽ മതി, ജനാധിപത്യം ശക്തിപ്പെടാൻ അങ്ങനെ വേണമല്ലോ. അപ്പോൾ ഒരു കൗണ്ടർ ബാലൻസ്, ആ കൗണ്ടർ ബാലൻസ് ആണ് ജനാധിപത്യത്തിൻ്റെ മുന്നുറപ്പ്. ഇപ്പോൾ അമേരിക്കയിൽ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും, ട്രംപിനെയൊക്കെ പറഞ്ഞാലും, ട്രംപിനെതിരായി പറയുന്ന റിപ്പബ്ലിക്കൻസ് ഉണ്ടല്ലോ അവിടെ ഉണ്ട്. ഞാൻ ട്രംപിനെ അനുകൂലിക്കുന്ന ഡെമോക്രാറ്റ്സും ഉണ്ട്. രണ്ടും നമ്മൾ കാണുന്നുണ്ട്. ജനാധിപത്യത്തിൻ്റെ ഒരു മഹത്വമാണ്. ഇപ്പോൾ ഇംഗ്ലണ്ടിൽ പോയാൽ നമ്മുടെ ഇതിന് സമാനമാണല്ലോ ഇംഗ്ലണ്ടിൽ തന്നെ ലേബർ എവിടെയായി ഇപ്പോൾ, ഞാൻ പറഞ്ഞ ഇതുണ്ടല്ലോ, റൈറ്റിസ്റ്റ് കൺസർവേറ്റീവ്സും ലേബറും അതിനിടയിൽ ലിബറൽസും, ഇതെല്ലാം കൂടിയ അതാണ് ജനാധിപത്യം എന്ന് ഞാൻ വിചാരിക്കുന്നത്. അതൊരു മഹത്വമാണ്, ഡിഫറൻസ്. ഏതെങ്കിലും ഒരാൾ ഇല്ലാതായി മറ്റൊരാൾ മാത്രമായാൽ അത് ജനാധിപത്യമാവില്ല. ഇപ്പോൾ മോഡി പറഞ്ഞു രാഹുൽ ഗാന്ധി കോൺഗ്രസ് ഇല്ലാതാവും എന്ന് ഞാൻ വിചാരിക്കില്ല. ഒരു കാര്യം ഞാൻ പറയാം, UPയിലും ബീഹാറിലൊക്കെ, ഇപ്പോൾ ബീഹാറിലിപ്പോൾ വോട്ടിൻ്റെ കണക്ക് വേറെ വരട്ടെ, കോൺഗ്രസ് എത്ര കാലം ഭരിച്ചു, പിന്നെ കോൺഗ്രസ് കാണാതായിട്ടില്ലേ? ഒരു മണ്ഡലം മാത്രം ജയിച്ച സ്ഥലമില്ലേ UPയിൽ? കോൺഗ്രസ് ഒരു മണ്ഡലത്തിൽ മാത്രം, റായ്ബറേലി മാത്രം ജയിച്ച ഒരു ഇലക്ഷൻ ഉണ്ട്, കഴിഞ്ഞ ഇലക്ഷൻ. ഇപ്പം എന്തൊക്കെയായാലും കോൺഗ്രസ് UPയിൽ MP മാരുണ്ട്, പ്രതിപക്ഷ MP മാരുണ്ട് UPയിൽ. ബീഹാറിലില്ല, അത് വേറെ. ഞാൻ പറഞ്ഞ UPയിലുണ്ട്. അത് എന്താ അതിൻ്റെ കാരണം? എന്തുകൊണ്ടാണ് കോൺഗ്രസ് അങ്ങനെ ഇല്ലാതാവാത്തത്? കോൺഗ്രസ് പിളരുന്നുണ്ട്. കോൺഗ്രസ് പിളരുന്നത് ലോകത്തിലൊരു അത്ഭുതമാണ്. എത്ര സ്ഥലത്ത്, കേരളത്തിൽ എത്ര പ്രാവശ്യം പിളർന്നുണ്ട് ഗാന്ധി പറഞ്ഞില്ല. അപ്പോൾ കോൺഗ്രസ് പിളരുന്നത് നോക്കണ്ട, പിളരും. കോൺഗ്രസ് എല്ലാം പിളരും, BJPയും പിളരാം. നാളെ അത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്ര പ്രാവശ്യം പിളർന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിളരും എന്നുള്ളതല്ല ഭീഷണി, പിളർന്നോട്ടെ. ഒരു ഘട്ടത്തിൽ 1969 കോൺഗ്രസ് പിളർന്നതാണ് കോൺഗ്രസിനെ രക്ഷപ്പെടുത്തിയത് ചരിത്രപരമായി. കാരണം ഇന്ദിരാഗാന്ധി ഒരു തരം ഏകാധിപത്യത്തിൻ്റെ രൂപത്തിൽ കോൺഗ്രസ് ഇല്ലാതാവുകയും പിന്നെ ഇന്ദിരാഗാന്ധിയുടെ ഒരു വളർച്ച എന്ന് പറഞ്ഞാൽ വേറൊരു ഡയമെൻഷനാണ്. അപ്പോൾ പിളർന്നുകൊണ്ടൊരു പാർട്ടി ഇല്ലാതായിക്കൊള്ളുന്നില്ല, ഇല്ല. പക്ഷേ കോൺഗ്രസിൻ്റെ സത്യത്തിൽ ആ കാലത്ത് കാമരാജിന്റെ ഒക്കെ കാലത്ത് ഇന്ദിരാഗാന്ധി INB മിനിസ്റ്റർ ആയപ്പോൾ കൊണ്ടുവരുന്നത് ഇവര് അനുസരണയോടുകൂടി അതൊരു മൗനിയായ പാവാന്ന് വിളിച്ചിരുന്നത്. നിതിലിംഗപ്പയും കാമരാജും അവരൊക്കെ എത്ര വലിയ ഗുപ്തയൊക്കെ ഉണ്ട്. അപ്പം ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞത്, ഈ സെൻട്രിസ്റ്റ് രാഷ്ട്രീയം അന്വേഷിക്കുന്ന ഒരാളെന്ന നിലയ്ക്കാണ് ഞാൻ രാഹുൽ ഗാന്ധിയിൽ ഒരു പ്രതീക്ഷ വയ്ക്കുന്നത് ഇപ്പോഴും.
അതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് തോൽക്കുന്നുണ്ടോ ജയിക്കുന്നുണ്ടോ ഇല്ല. ഇപ്പോൾ ബ്രിട്ടനിൽ കൺസർവേറ്റീവ് പാർട്ടി 3 തവണ കണ്ടിന്യൂസ് ആയി വന്നിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ. വന്നോട്ടെ. പക്ഷേ അവിടെ ലിബറൽ പാർട്ടി പിരിച്ചുവിട്ടൊന്നുമില്ല. ലിബറൽ പാർട്ടി അവിടെ നിന്നു, ലേബർ പാർട്ടി അവിടെ നിന്നു. ലേബർ പാർട്ടിയുടെ വേറൊരു സംഗതി. ഇപ്പോൾ അമേരിക്കയിൽ ട്രംപ് ജയിച്ചു, ട്രംപ് കഴിഞ്ഞോണ്ട് തോറ്റു, ഇത്തവണ ജയിച്ചു. ഇത് വരണം, ഈ ജനാധിപത്യം വരണം. പക്ഷേ ഒരു സൈഡ് ഇല്ലാതാവരുത്. ഒരു സൈഡ് ഇല്ലാതായാൽ അത് ഏകപക്ഷീയമായി. മാത്രമല്ല BJP സംബന്ധിച്ചിടത്തോളം അവർക്കൊരു മതവുമായി ബന്ധപ്പെട്ട ഒരു വീക്ഷണമുണ്ട്. ആ വീക്ഷണം അപകടകരം ഇന്ത്യ പോലൊരു രാജ്യത്ത് വിചാരിക്കുന്നു. എനിക്ക് ഒരു സംശയമില്ല. കാരണം ഏതെങ്കിലും ഒരു മതം മാത്രമായിട്ട് ഇന്ത്യയിൽ നിലനിൽക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെയില്ല. അല്ലെങ്കിൽ സെക്കൻഡറി പൗരന്മാരാവുക, അതൊന്നും ശരിയല്ല. അതുകൊണ്ടാണ് ഒരു വിശാലമായ, ഇപ്പോൾ അമേരിക്കൻ ഡെമോക്രാറ്റ്സ് അങ്ങനെയല്ല. അമേരിക്കൻ ഡെമോക്രാറ്റ്സ് ഒന്നും വിപ്ലവകാരികളൊന്നും അല്ലല്ലോ. ഇപ്പോൾ ഒബാമ ഒരു വിപ്ലവകാരിയൊന്നും ആയിരുന്നില്ല. പക്ഷേ ട്രംപും ഒബാമയും വയ്ക്കുമ്പോൾ നമുക്ക് ഒരു തട്ട് ലേശം താഴ്ന്നു നിൽക്കണ പോലെ തോന്നും. അങ്ങനൊരു ജനാധിപത്യമാണ് ഞാൻ ഇന്ത്യയിൽ ആഗ്രഹിക്കുന്നത്. അതിന് രാഹുൽ ഗാന്ധി എവിടെ പോയിന്നോ, രാഹുൽ ഗാന്ധി ഇല്ലയെന്നോ, കോൺഗ്രസ് ഉണ്ടോന്നോ ഇല്ലയെന്നോ പറയുന്നതിൽ ഒരു കഥയില്ല. ഈ കേരളത്തിലെ ഇടതുപക്ഷക്കാർക്കൊക്കെ പറ്റുന്ന ഏറ്റവും വലിയ മണ്ടത്തരത കോൺഗ്രസിൻ്റെ കൂടെ അവിടെ തെരഞ്ഞെടുപ്പിൽ നിന്ന് മത്സരിച്ച്, എന്നിട്ട് ഇവിടെ വന്നിട്ട് കോൺഗ്രസ് തോറ്റെന്ന് ഇവിടെ ഫേസ്ബുക്കിൽ എഴുതുക. കോൺഗ്രസ് തോറ്റു എന്ന് പറഞ്ഞാൽ ഇവരും തോറ്റു എന്നതിൻ്റെ അർത്ഥം. ഈ മറ്റേ സെൻട്രിസ്റ്റ് ഫോഴ്സസ് വേണമെന്നിരിക്കെ തന്നെ ഈ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ ഇന്ത്യ മുന്നണിക്ക് ഇനി മുമ്പോട്ട് പോകാൻ കഴിയുമോ? കാരണം എന്താണെന്ന് വെച്ചാൽ മമതാ ബാനർജി ആയിരിക്കണം അതിൻ്റെ മുഖം എന്ന് കല്യാൺ ബാനർജിയൊക്കെ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഇന്ത്യ മുന്നണിയിൽ തന്നെ മാറ്റം വേണമെന്ന് സഖ്യകക്ഷികൾ ആവശ്യപ്പെടുന്നൊരു ഘട്ടം കൂടിയാണ്. അതിൽ കുഴപ്പമുണ്ട്. എന്താണെന്നറിയോ, മമതാ ബാനർജിയുടെ ഒരു പരിമിതി പ്രാദേശികമാണ്. മമതാ ബാനർജിക്ക് ബംഗാളിന് പുറത്തേക്ക് മമതാ ബാനർജിക്ക് എത്രത്തോളം ഇമ്പ്രസീവ് ഉണ്ട്. നമ്മളൊരു പുറത്തുനിന്ന് കാണുന്ന ഒരു ലീഡർ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇല്ല. ഇപ്പോഴും ഞാൻ കോൺഗ്രസ്സിൽ ഒരു കാര്യം കാണുന്നത്, ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും വേണമെങ്കിൽ ഒരു MLA ഉണ്ടാകാവുന്ന ഒരു പാർട്ടി അതാണ്. മമതാ ബാനർജിക്ക് ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളിൽ MLA ഉണ്ടോ? ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനത്തിനും വേണം ഒരു MLA. MP വേണ്ട, ഒരു MLA ഉണ്ടാവും. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് MLA, കേരളത്തിൽ നിന്ന് MLA, കർണാടക അവർ ഭരിക്കുന്നു. എല്ലാ സംസ്ഥാനത്തും ഒരു MLA ഉണ്ടാകുന്നു. അപ്പോൾ 6 MLA എവിടെ ജയിച്ചു എന്ന് നോക്കിയാൽ പോട്ടെ. മമതാ ബാനർജിയുടെ പ്രശ്നം, മമതാ ബാനർജി എനിക്കിഷ്ടമാണ്. മമതാ ബാനർജി വളരെ ബോൾഡാണ്. ഇപ്പോൾ സ്റ്റാലിൻ വളരെ ബോൾഡാണ്. ഇപ്പോൾ സ്റ്റാലിൻ വളരെ നല്ല നേതാവാണ്. പക്ഷേ സ്റ്റാലിനെ കൊണ്ട് ഇന്ത്യ മുഴുവൻ കൊണ്ടുപോകാൻ പറ്റുമോ? അതേ പ്രശ്നം മമതാ ബാനർജിക്കുണ്ട്. അത് ബംഗാളിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു സംഗതിയല്ല. 1. 2, ലെഫ്റ്റിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂടെ കൊണ്ടുപോകാൻ മമതാ ബാനർജിക്ക് പറ്റില്ല. അത് പറ്റില്ല. കാരണം അവരുടെ പ്രധാന വൈരുദ്ധ്യം അവരാണ്. ആ പ്രശ്നമുണ്ട്. ഇപ്പം ഞാൻ ഇവിടുത്തെ ലെഫ്റ്റുകാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. മമതാ ബാനർജി ഇല്ലായിരുന്നുവെങ്കിൽ അവിടെ ഇപ്പോൾ BJP ഭരിച്ചേനെ. കാരണം CPM-നെ കൊണ്ടും കോൺഗ്രസിനെ കൊണ്ടും നേരിടാൻ പറ്റില്ല. അത് ഏതെങ്കിലും കാലത്ത് കോൺഗ്രസ് ദേശീയ തലത്തിൽ BJP മാറ്റി തിരിച്ചു വരും എന്ന് നിലകൊണ്ടാൻ കരുതുന്നുണ്ടോ? വന്നുകൂടാന്നില്ല എന്ന് ഞാൻ പറയാൻ കാരണം, നമുക്ക് ഇതൊരു പ്രവചനാത്മകമല്ല. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നോക്കൂ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ച് എത്തിയില്ലേ കോൺഗ്രസ് എന്ന്. ഞാൻ പറഞ്ഞ കോൺഗ്രസ് മാത്രമല്ല, കോൺഗ്രസ് എന്ന് പറയുന്നത് ഇപ്പോൾ ആ പാർട്ടി മാത്രമല്ല, ആ പാർട്ടി ചെയ്യേണ്ട ഒരു റോൾ ആ പാർട്ടി എത്ര ചെയ്തിട്ടുണ്ടെന്നുള്ളതൊക്കെ ചോദ്യം ചെയ്യണം. രാഹുൽ ഗാന്ധിയിലേക്ക് അത് എത്രത്തോളം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ രാഹുൽ ഗാന്ധിയോട് ചോദിച്ചൊരു ചോദ്യമാണ്, നിങ്ങളുടെ നിലപാടുകൾ ബാക്കി ആരെ ബോധ്യപ്പെടുത്തേണ്ട, കോൺഗ്രസിനെ ബോധ്യപ്പെടുത്താൻ പറ്റുമെന്ന് ചോദിച്ചു. ക്യാൻ യു കൺവിൻസ് യുവർ കാഡർ, യുവർ ലീഡേഴ്സ്? അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. അങ്ങനെ പറഞ്ഞാൽ എന്നോട് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. ഞാൻ അദ്ദേഹത്തിനോട് നടന്നപ്പോൾ എന്നോട് ചോദിച്ചു നിങ്ങളെന്താണ്? അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ നേതാക്കന്മാരൊക്കെ പിന്നിൽ നിൽക്കുന്നുണ്ട് കാണാൻ, യാത്രയിലാണ്. ഞാൻ പറഞ്ഞു ഞാൻ അധികം നേരം നിൽക്കണ്ട, ഐ തിങ്ക്. അപ്പോൾ അങ്ങനെ പറഞ്ഞ മറുപടി എന്താ അറിയാം, എൻ്റെ ലീഡേഴ്സൊക്കെ എന്നെ ഓഫീസിലൊന്ന് കണ്ടോളൂ, നിങ്ങളെന്നെ ഓഫീസിലൊന്ന് കാണില്ലല്ലോ. ഐ വാണ്ട് ടു മീറ്റ് യു ഹിയർ എന്ന് പറഞ്ഞാൽ ശരിയാണ്. ഞാൻ കോൺഗ്രസ് ഓഫീസിൽ പോയി കാണാൻ പോകണില്ല, അങ്ങനെ ഒരു ആവശ്യം എനിക്കില്ല. നേരെ മറിച്ച് ഇത് കാണണം. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ അങ്ങനെയാണ് കാണുന്നത്. വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം രാഷ്ട്രീയം അത്ര എന്താ പറയുക തീർച്ചയുള്ളൊരു സാധനമല്ല. ലോകത്തിലൊക്കെ ഇത് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ റൈറ്റിസ്റ്റ് ഫോഴ്സസ് വളരെ പവർഫുള്ളായി വന്ന സ്ഥലങ്ങളിൽ പല സ്ഥലത്തും തിരിച്ച് റൈറ്റിസ്റ്റ് ഫോഴ്സസ് പുറകോട്ട് പോയിട്ടുണ്ട്, സെൻട്രിസ്റ്റ് ഫോഴ്സസ് വന്നിട്ടുണ്ട്. തിരിച്ചുകൊണ്ട് ലെഫ്റ്റ് വളരെ സ്ട്രോങ് ആയ സ്ഥലത്തൊക്കെ റൈറ്റിസ്റ്റ് ഫോഴ്സ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ബാലൻസ്ഡ് ജനാധിപത്യമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നതെങ്കിൽ, അത് ഇഫ് ആണെന്ന് ഞാൻ പറയുന്നു എങ്കിൽ, അല്ല മൊത്തം ജനാധിപത്യം തന്നെ അട്ടിമറിക്കപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഒരു പ്രവചനത്തിനും അർത്ഥമില്ല. ഇപ്പോൾ ഹിറ്റ്ലറുടെ ജർമ്മനിയിൽ 99.75% വോട്ട് ഹിറ്റ്ലർക്ക് കിട്ടി തെരഞ്ഞെടുപ്പിൽ. അത് കഴിഞ്ഞപ്പോൾ ഇയാൾ ആരാന്ന് ഒരാൾ ഓർമ്മയില്ല എഴുതിയത്, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ തെരുവിൽ കണ്ട എല്ലാവരും 0.25% പെടുന്നവരാണ് എന്ന് പറഞ്ഞാൽ അതിൽ കാണുന്നൊരു കാര്യം, ജനാധിപത്യം സിസ്റ്റമാറ്റിക്കായി ജനാധിപത്യമായി അതിൻ്റെ ചിട്ടപ്രകാരം പോവുകയാണെങ്കിൽ
ഒരു പാർട്ടിക്കും ഒരു ഘട്ടത്തിൽ കൂടുതൽ അധികാരത്തിലിരിക്കാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ മറ്റേ നീലാണ്ടൻ പറഞ്ഞു വന്നത് ഇന്ത്യയിൽ രാഹുൽ ഗാന്ധി ഇല്ലെങ്കിലും രാഷ്ട്രീയത്തിൽ ഉണ്ടായിരിക്കും. അതാണ് വേണ്ടത്. ഒരാൾ ഇന്ത്യയിലുണ്ടോ എന്നുള്ളതല്ല. ഇപ്പം മോഡി ഇന്ത്യയിലുണ്ടോ, മോഡി അമേരിക്കയിലാണോ എന്നുള്ളതല്ലല്ലോ. അതല്ലല്ലോ രാഷ്ട്രീയം. ഇപ്പം നാളെ രാഹുൽ ഗാന്ധി ഇല്ലെങ്കിൽ രാഷ്ട്രീയം വേണ്ടേ? അപ്പോൾ അതുകൊണ്ട് ആളല്ല, ആ ആൾ പറയുന്ന അയാൾ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം അദ്ദേഹം വർക്ക് ചെയ്തിട്ടില്ല എന്ന് ഒരാൾക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ വോട്ട് ജോലിയുടെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും അസാമാന്യമായി ജോലി ചെയ്യുന്ന ഒരാളാണ്. ഞാൻ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. ഞാൻ അദ്ദേഹവുമായിട്ട് അടുത്ത് പരിചയമുള്ള ചില ആളുകൾ എന്നോട് പറഞ്ഞൊരു കാര്യം, ഇത്ര മണിക്കൂർ വേണമെങ്കിൽ ജോലി ചെയ്യാൻ തയ്യാറുള്ള ഒരാളാണ്. കാരണം മാത്രമല്ല ഒരു ഫ്രീ ആയിട്ടുള്ള മറ്റ് എന്താ പറയുക സാധാരണ രാഷ്ട്രീയക്കാർക്കുള്ള തടസ്സങ്ങളോ ഒന്നും അദ്ദേഹത്തിന് ഇല്ല. അതുകൊണ്ട് അത് ചെയ്യുന്ന ഒരാളാണ്. അത് നല്ലൊരു കാര്യം. അത് ഒരാൾ പോരാന്നേ പറഞ്ഞു. ഒരു രാഹുൽ ഗാന്ധി മതിയാവില്ല കോൺഗ്രസ്സിന്. എൻ്റെ ഒരു പ്രശ്നം അതാ, ഒരു രാഹുൽ ഗാന്ധി മതിയാവില്ലായിരുന്നു. ചിലപ്പോൾ അതുപോലെ കുറേ ആൾ വേണ്ടി വരും. അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതും അതൊരു ലീഡർഷിപ്പിൻ്റെ ചോദ്യം. രാഹുൽ ഗാന്ധിന് മുമ്പിലെ ചോദ്യം അതാണ്, ലീഡർഷിപ്പ്. നിങ്ങൾക്കിത് കൊണ്ടുപോകാൻ കഴിയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.